അപ്പോൾ വിഷ്ണുവും ചാർമിളയും കൂടെയാണ് ഹരിഹരനെ കാണാൻ പോകുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്നതിനെ കുറിച്ച് അതൊരു വലിയ കഥയാണ്. അയ്യോ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ടായിരുന്നു. അല്ല, ഞാൻ ചുരുക്കി പറയാം. നടിയുടെ ആരോപണം ഉറപ്പിക്കുകയാണ് സുഹൃത്തും നടനുമായ വിഷ്ണു. അവർ വഴങ്ങുമോ എന്നാണ് സംവിധായകൻ ഹരിഹരൻ ചോദിച്ചത്. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ്. ചാർമിളയോട് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ചാർമിള പറ്റില്ല എന്ന് പറഞ്ഞു. ഇക്കാര്യം ഹരിഹരനെ അറിയിച്ചു. എന്നാണുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. താനേ വെറും തറയാ. മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് കൂട്ടിവെക്കാൻ എന്നെ കിട്ടില്ല. ഇതിനുശേഷം പരിണയത്തിൽ അവസരം നഷ്ടപ്പെട്ടുവെന്നും വിഷ്ണു മനോരമ ന്യൂസിനോട് വെളിപ്പെടുത്തി. ഈ കഥ ശരിയാവില്ല, ഇത് തിരിച്ചെഴുതണം. തിരിച്ചെഴുതില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി സംവിധായകൻ ഹരിഹരൻ ചാർമിളയ്ക്ക് അടുത്തേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് നടി ചാർമിള ഞങ്ങളോട് പങ്കുവെച്ച വിവരം. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണ് കഴിഞ്ഞു. നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ. ഹരിഹരന് വേണ്ടി തന്നെയാണോ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തന്നെ ഞാൻ കേട്ടത്. മുപ്പര് തന്നെ എന്നെ ഫോൺ വിളിച്ച് എന്നോട് നേരിട്ട് പറയുന്നു. ഒരു ഉടായിപ്പിന്റെ മണം അടിക്കുന്നില്ലേ? യൂസ് ചെയ്ത ആ വാക്ക് വന്നിട്ട് കൊടുക്കുവോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. എനിക്ക് അതിന്റെ അർത്ഥം ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ആക്ട്രസിനോട് ഞാൻ കൺവിൻസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരി അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നോട്. അതോടുകൂടി ആ പടത്തിൽ നിന്ന് ഞാനും പോയി, അവളും പോയി. ചാർമിളയ്ക്ക് പറയുന്ന ഒരു കണ്ടീഷനോട് സമ്മതമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ക്യാരക്ടർ പിന്നെ വേറെ ആരോ ചെയ്യുക ചെയ്തു. പിന്നീട് 2-3 പടങ്ങളിലുള്ള ചെറിയ വേഷങ്ങൾ മദ്രാസിലെടുത്ത 2 പടം ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പോലും നമ്മളെ അറിയിക്കുകയോ വിളിക്കുകയോ പോലും ചെയ്തില്ല അതിന് ശേഷം. ഓ അയ്യോ, നിങ്ങളൊക്കെ കൂടെ പ്രാന്ത് പിടിപ്പിക്കും കർത്താവ്. ഇതിലൊക്കെ എന്റെ അക്കൗണ്ട് വിളിച്ചു. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ ഞാൻ പോട്ടെ.